يا مكة ما أطيبك بشجون همس الهادي. സൗരെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തെ നിഴൽ രണ്ട്, സ്നേഹത്തിനിണകൾ രണ്ട് പാറി വന്നു, പൊത്തിൽ ഓടി വന്നു, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് UAE വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2-ന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശി പ്രമുഖർക്കിടയിലൂടെ നമ്മൾ കടന്നു പോകുന്ന രംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കടക്കാം. ബഹുമാനനായ ഹാഫിസ് സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ളുലുമാതിൽ വഹം വഅക്രിംനാ ബിനൂരിൽ ഫഹം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹ്ഹിൽ അഖ്ലാഖനാ ബിൽ ഹിൽം വജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അതിനിടയിൽ പിറ്റേന്ന് പ്രഭാതമായപ്പം അലി റളിയല്ലാഹു തആല അൻഹു ആ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ടപ്പോഴാണ് ഖുറൈശികൾക്ക് അവരുടെ വിഡ്ഢിത്തം മനസ്സിലായത്. അങ്ങനെ ആദ്യം അവർ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ചോദ്യം ചെയ്തു. അലി റളിയല്ലാഹു പറയുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിയിട്ട് ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി എന്തൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവർക്കറിയാലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം. നേരെ അവർ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ വീട്ടിൽ പോയിട്ട് അവിടെ അസ്മാ ബിൻത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രിയായിരുന്ന അസ്മാ റളിയല്ലാഹു തആല ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി അവർ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവരോട് ചോദിച്ചു, എവിടെ താങ്കളുടെ പിതാവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരും കൃത്യമായിട്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അബൂജഹലിന് ഇവരാകെ പിരാന്ത് പിടിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അമളി പറ്റിക്കും. അവര് ഇത് മുഖേന എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു അത്രയും ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ്. അവരുടെ എല്ലാ പ്രശ്നവും ഇന്നത്തെ രാത്രിയോടുകൂടി അവസാനിക്കുമെന്നുള്ള ഉറപ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പിരാന്തിൽ ദേഷ്യത്തിൽ വന്ന് അസ്മാ റളിയല്ലാഹു തആല അൻഹ ഒറ്റ അടി അടിക്കുന്നുണ്ട്. അപ്പോൾ കിതാബിലൊക്കെ പറയുന്നത് പ്രകാരം, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പ്രകാരം ആ അടിയുടെ ആഘാതത്തിലേക്ക് കാതിലെ കമ്മലടക്കം പൊട്ടിപ്പോയി. അത്രയും ശക്തമായ രീതിയിലാണ് അവരടിക്കുന്നത്. എന്നാലും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി എന്നൊന്നും അവരേക്കൊന്നും കഴിഞ്ഞിട്ടുമില്ല. പിന്നെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് ഓരോരോ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അതേ രാത്രി തന്നെ വീടിന്റെ പിൻവശത്തു കൂടെ പുറത്തിറങ്ങി നേരെ ഗാർ തൗറിലേക്ക് പോകുന്നുണ്ട്. ശരിക്ക് മദീനയിലേക്കാണല്ലോ പോകേണ്ടത്. മദീന മക്കയുടെ വടക്ക് ഭാഗമാണ്. പക്ഷെ ഈ ഗാർ തൗർ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്താണ്. മാത്രവുമല്ല മക്കയിൽ നിന്ന് ഏകദേശം 8-9 കിലോമീറ്റർ ദൂരെയാണ് ഗാർ തൗർ. അത്രയും ദൂരം നമ്മൾ ആലോചിച്ച് നോക്കണം. അവരുടെ ഒരു കഷ്ടപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി അത്രയും ദൂരം
സഞ്ചരിക്കുകയാണ്. അവരുടെയൊക്കെ ആ സന്ദർഭത്തിൽ അവരുടെ പക്കൽ ഈ ഒട്ടകമൊന്നുമില്ല. ഇതൊരു എക്സ്ട്രാ യാത്രയാണ്. അതായത് ഇത് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവരുടെ ശ്രദ്ധ തെറ്റിക്കാനും കാരണം അവര് പെട്ടെന്ന് നോക്കിയിട്ട് പോകുന്നത് വടക്ക് ഭാഗത്തേക്കായിരിക്കും സാധ്യത കൂടുതൽ പോകാൻ. അപ്പൊ ഇവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തേക്ക് നേരെ തെക്കോ ഭാഗത്തേക്ക് പോകുന്നത്. മാത്രമല്ല ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം അപ്പൊ അവർ ഒട്ടകത്തിന് മേലല്ല പോകുന്നത്. ഒട്ടകം അത് നമ്മളിപ്പോ വരുന്നുണ്ട്. അപ്പൊ അവര് ഒട്ടകം ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നേരെ അവര് തെക്ക് ഭാഗത്തേക്ക് ഗാർ തൗറിലേക്ക് പോയി. ആ പോകുന്ന വഴിയൊക്കെ ചില സീറാ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. റഹീഖുൽ മഖ്ദൂമൊക്കെ അത് ഉദ്ധരിക്കുന്നുണ്ട്. അടയാളം വരാതിരിക്കാൻ ഈ തള്ളവിരൽ ഇങ്ങനെ കുത്തിയിട്ട് ആരെയൊക്കെ ഏതായാലും ചുരുക്കത്തില് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവര് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല അത് കണ്ടിട്ട്, അതായത് കാലിന്റെ ആ ഒരു അടയാളം കണ്ടിട്ട് ഇവരെ പിന്തുടർന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സൂക്ഷിച്ച് അവര് കഷ്ടപ്പെട്ട് മാത്രം കുത്തിയിട്ട് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇത്രയും ചെറിയ ദൂരമല്ല, 5 മൈൽ അഥവാ 5-8 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരാണ് എന്താകുന്നത് അവര് യാത്ര ചെയ്യുന്നത്, അതും രാത്രിയിൽ. പിന്നെ ഈ ഗാർ തൗർ എന്ന് പറഞ്ഞാൽ അതൊരു മലയുടെ ഉച്ചിയിലാണ്. ആ മല ഭയങ്കര കയറിപ്പോവാൻ ഇപ്പോ ഉംറ ചെയ്യുന്ന നേരം ഹിറാഗുവ പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അവിടെയും കൂടെ സന്ദർശിക്കണം എന്നുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത് പ്രകാരം അത് ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ ചില ഗ്രന്ഥങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോളിലേറ്റിയിട്ടാണ് അത്രയും റിസ്ക് ഉള്ള ആ മലയടക്കം കയറിപ്പോയത്. അങ്ങനെ അവര് ആ ഒരു ഗാർ തൗറിലെത്തിയതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ആദ്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ആദ്യം കടക്കാമെന്ന് പറഞ്ഞ് അവിടെ ആദ്യം കടന്ന് അവിടെ കുറെ പൊത്തുകളൊക്കെ ഉണ്ടാവില്ല രാത്രിയല്ലേ. അപ്പോൾ തൻ്റെ പക്കലുള്ള ശീല ഉപയോഗിച്ച് ഓരോ പൊത്തും അടച്ചു. പക്ഷേ ചില പൊത്ത് അടക്കാൻ പറ്റിയില്ല. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ കാലുകൊണ്ടാണ് അടച്ചത്, അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ക്ഷുദ്ര ജീവി വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ ഇങ്ങനെ കുത്തുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ചായ്ച്ചുറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു വേദനയുടെ കാഠിന്യം കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കുകയും അതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചോദ്യമൊക്കെ ചെയ്തപ്പോൾ ആ ഒരു പ്രയാസമൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളുടെ തുപ്പുനീര് കൊണ്ട് തടവുകയും അവിടെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ദൂരീകരിക്കപ്പെടുകയും ചെയ്തു. അഥവാ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ആഴം എത്രത്തോളമായിരുന്നു, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കെയറിങ് എത്രത്തോളം ശക്തമായിരുന്നു, എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്നൊക്കെ ഈ ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ പറയുന്നുണ്ട്, ഇതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയൊരു സുഹബത്ത് നേടിയെടുത്തിരുന്നല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ നിന്നിട്ട് ഇത്രയും വലിയ ഒരു സുഹബത്ത് നേടിയെടുത്തിരുന്നു. അപ്പൊ ഈ ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ അവസരം കിട്ടിയത് സിദ്ദീഖ് റളിയല്ലാഹു ആണല്ലോ. പക്ഷെ ഇതില് ഭയങ്കര ഈ ഒരു വിഷയത്തിന്റെ കൂലി, ഇതിന്റെ ഒരു സവാബ് ഭയങ്കര ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരിക്കൽ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനോട്, പിന്നെ ഞാൻ എന്റെ അമലുകൾ ഫുൾ നിങ്ങൾക്ക് തരാം, ഞാൻ എന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ നിങ്ങൾ ആ ഒരു ദിവസം രാത്രിയിൽ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ നിങ്ങൾ തങ്ങിയപ്പോ കൊടുത്ത ആ ഒരു കയറുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് പകരം അല്ലാഹു തരുന്ന ചോദ്യമാണ്. അത് എനിക്ക് തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറയുന്ന ഒരു വല്ലാത്ത പിന്നീട് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇവര് പിന്നെ ഗുഹയിലേക്ക് പോകുന്നത് ഒരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച രാത്രി അഥവാ രാത്രി ഒരുപാട് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഏകദേശം വെള്ളിയാഴ്ച പ്രഭാതത്തിനോട് അനുബന്ധിച്ച സമയത്തൊക്കെ ആയിരിക്കും അവര് ഗുഹയിലെത്തിയിട്ടുണ്ടാവുക. അങ്ങനെ അവര് 3 ദിവസം ഗുഹയിൽ താമസിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയും അവർ ഗുഹയിൽ താമസിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് മക്കയിലുള്ള കാര്യങ്ങളൊക്കെ ശാന്തമായതിനു ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് അവര് ഗുഹയിൽ നിന്ന്. അതുപോലെ എനിക്ക് തോന്നുന്നു ആഡ് ചെയ്ത് പറയേണ്ട വേറൊരു കാര്യം, ഇവരിങ്ങനെ കാൽപാദങ്ങളൊക്കെ മറച്ചിട്ട് അവര് അങ്ങോട്ട് പോയെങ്കിലും ഖുറൈശികള് മണത്തെറിഞ്ഞ് അവിടേക്ക് എത്തുന്നു, അതിലേക്ക് വരികയാണ്. അഥവാ പിന്നെ ഇവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട്
പരിശ്രമിച്ചിട്ടുണ്ട് അടയാളങ്ങളൊന്നും ഇല്ലാതെ. എന്നാലും അവർക്ക് ചില സംശയങ്ങൾ കാരണം അവർ എല്ലാ ഭാഗത്തേക്കും ആളുകൾ അങ്ങനെ ചില സംശയങ്ങൾ മുഖേന അവരും ഹിറാ ഗുഹയിൽ എത്തിച്ചേരുന്നുണ്ട്. ഹിറാ ഗുഹയിൽ എത്തിച്ചേരുന്നുണ്ടെന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഗുഹക്കകത്ത് ഇരുന്നു കൊണ്ട് ഇവരുടെ ഈ കാൽപാദങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, فرفعت رأسي فإذا أنا بأقدام القوم فقلت يا نبي الله لو أن بعضهم تأتأ بصره رآنا. അവരൊന്ന് നോക്കിയാൽ നമ്മൾ കാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉസ്കുത് യാ അബൂബക്കർ, മിണ്ടാതിരിക്ക്, ഇസ്നാൻ അല്ലാഹു സാലിസുഹുമ, നമ്മൾ രണ്ടുപേരാണ്, മൂന്നാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ഖുർആനിൽ പറഞ്ഞു, ഇത് ഹുമാ ഫിൽ ഖാർ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ. അഥവാ ഇത് ഹുമാ ഫിൽ ഖാർ, അവരിരുവരും ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ, ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. പിന്നെ ഈ ഒരു ആയത്തിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവുന്നത് പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അവിടെ ടെൻഷനാണ്, അല്ലാതെ പേടിയല്ല. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് എന്തെങ്കിലും പറ്റോ എന്നുള്ള പേടിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറ്റോ എന്നുള്ളൊരു വിഷമാണെന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സംരക്ഷിക്കുമെന്നുള്ളൊരു 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി എന്ന് പറയുന്നത്, അലൈഹിമ എന്ന് പറയുന്നില്ല. എനിക്ക് അതിലൊരു കാര്യം എനിക്ക് തോന്നുന്നതേ, ബദർ യുദ്ധത്തിന്റെ വേളയിൽ സ്വഹാബികൾ എല്ലാവർക്കും ഒരു അമ്നത്തെ ന്യാസം എന്ന് പറയുന്നത് ഒരു ചെറിയ ഉറക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉറക്കം. ഈ ഒരു പേടിയുള്ള സാഹചര്യത്തിൽ എത്ര രാത്രി ഉറക്കം ഒഴിച്ചു നിന്നാലും നമുക്കൊരു പേടിയുള്ള സാഹചര്യം നമ്മൾ ഉറങ്ങാൻ പറ്റൂല. പക്ഷെ അവരല്ല പേടിയില്ല, കൂളായിട്ട് ഉറങ്ങുകയും ചെയ്തു. ബദരീങ്ങളുടെ ആ സാഹചര്യം കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ പേടിയായത് അന്ന്, അല്ലെ? അത് പറഞ്ഞ പോലെ റസൂലുള്ളാഹി ഇവിടെ ഒരു പേടിയൊന്നുമില്ല, ടെൻഷൻ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ഒരു പ്രശ്നം, ഒരു പ്രയാസം സിദ്ദീഖ് റളിയല്ലാഹു തആല പാട്ട് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതായത്, സൗരെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേനിതൽ രണ്ട്, സ്നേഹത്തിനിണകൾ രണ്ട്, പാറി വന്നു പൊത്തിൽ ഓടി വന്നു, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. എത്ര മനോഹരമായിട്ടുള്ള വരികളാണ്. ഈ ഒരു ചരിത്ര പാശ്ചാത്തലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ചരിത്ര പാശ്ചാത്തലം മനസ്സിലേക്ക്, അതെ, വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഈ പാട്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, നമ്മൾ കാണൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സമാധാനമായി. അതാണ് ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമേ അപ്പോൾ അവിടെ ഒരു മനസ്സമാധാനത്തിന്റെ ആവശ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൾറെഡി അങ്ങേയറ്റം ഒരു നിർഭയനാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു ഭയവുമില്ല എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുന്ന വേറൊരു കാര്യം, ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർഭയത്വം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും, മുൻകരുതലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു തോന്നുന്ന മാതിരി ചെയ്യല്ല. അത് ഇസ്ലാമിന്റെ ഒരു ബേസിക് പോളിസിയാണ്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംരക്ഷണം ആവശ്യപ്പെടുക. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ ചെയ്തിട്ട് അള്ളാഹു സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഇതിലുള്ള ലെജൻഡായിട്ടുള്ള ഈ ഒരു ഹിജ്റയിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു എപ്പിസോഡിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ഗുഹയിലിരിക്കുമ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെ പറഞ്ഞാൽ ആ ഒരു ചരിത്രത്തിന്റെ ഒരു പൂർത്തീകരണം ആവുള്ളൂ. ഒന്നാമതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് ആ സന്ദർഭത്തിൽ എന്നല്ല, അദ്ദേഹം വിശ്വാസിയായത് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അവിശ്വാസി തന്നെയായിരുന്നു. അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഴികാട്ടിയായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്നത്തെ പോലെ GPS ഒന്നും ഇല്ലല്ലോ, ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വഴി കൃത്യമായിട്ട് അറിയുന്ന ഏതെങ്കിലും ഒരാൾ കൂടെ വേണം. എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വഴിയല്ല. കാരണം അത് ആ ഒരു മാപ്പ്
പഠിക്കുന്നവരെ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. ഒരുപാട് മാപ്പുകളുണ്ട്. അഥവാ അന്ന് സാധാരണ മദീന കാരവൻസ് ഒക്കെ പോയിരുന്ന വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ വഴിയും തരീഖുൽ ഹിജ്റ, അതും നമുക്ക് ഈ മാപ്പിൽ ശരിക്കും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തോട് പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴേക്കും, അഥവാ ഒരു ദിവസം പറഞ്ഞ് ആ ദിവസം ആകുമ്പോഴേക്കും ഈ രണ്ടൊട്ടകത്തെ ഇതാക്കിയിട്ടുണ്ടല്ലോ, തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടല്ലോ, ആ ഒട്ടകത്തെ ആയിട്ട് വരാനാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹമാണ് വഴികാട്ടിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അബ്ദുല്ലാഹിബിൻ അബീ ബക്കർ, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പുത്രനാണ്. ആ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമാണ്. അപ്പോ ഇവരുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചാല് അങ്ങാടിയിലൊക്കെ നടക്കുക, എന്താണ് ജനങ്ങളുടെ സംസാരം. ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ലല്ലോ. അവരുടെ ചർച്ച എന്താണ് അവരുടെ പ്ലാനിങ് എന്ന് കൃത്യമായി അവര് നോട്ട് ചെയ്യുകയും ചെയ്യൂല. കാരണം അവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടിയുണ്ടല്ലോ പറയണ്ട എന്നൊന്നും അവര് വിചാരിക്കൂല. പക്ഷെ ഇദ്ദേഹം വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്തെല്ലാം ചർച്ചകളാണ് അവർക്കിടയിൽ നടക്കുന്നത്, അത് മുഴുവനും വൈകുന്നേരം ഗുഹയിലെത്തിക്കും. പിറ്റേന്ന് രാവിലെയാണ് അവിടെ നിന്ന് തിരിച്ചു വരിക. അതുപോലെ തന്നെ അസ്മാ ബിൻത് അബൂ ബക്കർ, ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുത്തത്. അവര് അത്രയും ദൂരം സഞ്ചരിച്ചു എന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ഗ്രന്ഥം നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതെന്താ സാഹചര്യം എന്ന് വെച്ചാല്, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോണത് ഈ തോൽപാത്രം കെട്ടാന് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് അരിപ്പട്ട രണ്ട് കീറാക്കിയിട്ട് അതുകൊണ്ട് തോൽപാത്രം കിട്ടിയത്. അതാണ് യഥാർത്ഥ നിത്താക്കൈനി എന്ന് പറയുന്നത്. മാത്രമല്ല അവര് ഗർഭിണിയായിരുന്നു. അത്രയും ആ ഒരു ഗർഭിണിയായി അത്രയും ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അവരൊക്കെ സഹിച്ച ഓർമ്മകളാണ് ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ അസ്മാ ബിൻത് അബീ ബക്കറും അതുപോലെ തന്നെ ആമിർ ഇബ്നു ഫുഹൈറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അടിമയാണ്. അവരുടെ ഉത്തരവാദിത്വം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായിരുന്ന അബ്ദുള്ള, അവര് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യല്ലോ. ഈ പാസ് ചെയ്യുന്ന നേരം അവിടെയുള്ള കാൽപ്പാടുകളൊക്കെ മായ്ക്കുക. അതുപോലെ തന്നെ ഗുഹയുടെ അടുത്തേക്ക്, കാരണം 3 ദിവസം അവർ ഗുഹയിൽ താമസിക്കുന്നുണ്ട്, ആ ഗുഹയിലേക്ക് പോയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പാല് കൂടുള്ള ഒരു ആട്ടിടേന്റെ ഒരു രൂപത്തില് പോയി. അങ്ങനെയാണെങ്കിൽ ആരും സംശയിക്കൂലല്ലോ. പിന്നെ ഈ കാൽപ്പാടങ്ങളൊക്കെ ഒരു ആട്ടിടേന്റേതാണ് എന്ന് വിചാരിക്കും, അല്ലാതെ ആരും തെറ്റിദ്ധരിക്കൂല. അങ്ങനെ ആട്ടിടേന്റെ ഒരു രൂപത്തിൽ അവിടേക്ക് പോയിട്ട് അവർക്ക് പാല് കൊടുക്കുക. പിന്നെ അബ്ദുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായിരുന്ന അവർ തിരിച്ചു വരുമ്പോഴുള്ള കാൽപ്പാടുകളൊക്കെ മായ്ക്കുക. ഇതൊക്കെ ആയിരുന്നു ഇവരുടെ ആമിർ ഇബ്നു ഫുഹൈറ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മകന്റെ അടിമയുടെ ഉത്തരവാദിത്വം. ഇങ്ങനെ ഈ ഒരു പ്രധാനപ്പെട്ട റോള് വഹിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇവരൊക്കെ. ഇതും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ചരിത്രം പൂർത്തിയാവുന്നത്. ശരിക്കും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങേയറ്റം വെൽ പ്ലാൻഡ് ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ നീക്കവും ഉണ്ടായിരുന്നത്. അള്ളാഹു സംരക്ഷിക്കുമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോന്നിയതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഈ ഒരു ഹിജ്റ എന്നുള്ള വിഷയം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹിജ്റയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് കണ്ണുകളെ ഈറനണിയിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി സ്വഹാബികൾ എന്തും ത്യജിക്കാൻ തയ്യാറായിരുന്നു അവർ. ഏറ്റവും പ്രധാനമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു ആ ഒരു സമയത്ത് കിട്ടിയ ആ അവസരത്തിന് മുമ്പിൽ സന്തോഷം കൊണ്ട് കരയുന്ന രംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അത് ആ ഒരു സുഹബത്ത് നേടിയെടുക്കാനും റസൂലുള്ളാഹിനെ നെഞ്ചിൽ ചേർത്ത് വെക്കാനും ഒക്കെ അവർ കാണിച്ച വല്ലാത്ത ഒരു മനസ്സുണ്ട്. ആ ഒരു സന്മനസ് നമുക്കും ഉണ്ടാവണം. എങ്കിലേ അവിടുത്തെ ഷഫാഅത്ത്, റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സുഹബത്തൊക്കെ നമുക്കും നാളെ മരണപ്പെട്ടതിന് ശേഷം നമുക്കും കിട്ടുകയുള്ളൂ. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റയുടെ ഹൃദയഹാരിയായ രംഗങ്ങൾ ഇനിയും വരാനുണ്ട് നമ്മുടെ മുമ്പിൽ. അള്ളാഹു പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കൂടുതൽ ഹിജ്റയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അള്ളാഹു നമ്മെ എവരെയും അവന്റെ ഉത്തമരായ അടിമകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫതരീഖുൽ ഹിജ്റതി വഅയിറു യൻസിഫു ശൗഖൻ വജുറൂഹ് ഖദമുൻ ഫിർ റംലി വഉഖ്റാ തഖ്തു ഫതദൂസു الروح فالذكرى تنبض ألما كم ذاب
القلب وكتما، لكن الهدف الأسمى يتطلب منك نزول.